ഇറാനിലൊരു വ്യോമാക്രമണത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നുവെന്നാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല ഇറാനെ സഹായിക്കുന്നവർക്കെതിരെ പുതിയ തീരുവ ചുമത്തുന്നതിനെക്കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാർത്ത പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇറാനിൽ നിന്ന് പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടത് നോക്കുകയാണെങ്കിൽ മരണസംഖ്യ 650 650 പേര് മരിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. പി ജെയിംസ് വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഹായ് ജെയിംസ്, ഈ ഇറാൻ ഒരു വല്ലാത്ത കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പ്രക്ഷോഭം, മറുസ്ഥലത്ത് ട്രംപിന്റെ ആക്രമണ ഭീഷണി. ഇവയ്ക്ക് നടുവിൽ പശ്ചിമേഷ്യ കത്തുന്ന അവസ്ഥ തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ ഇന്റർനെറ്റും ടെലിഫോണും എല്ലാം കട്ട് ചെയ്തതിനു ശേഷം ഏതാണ്ട് അവിടെ വലിയ രീതിയിലുള്ള ചോരപ്പുഴ ഒഴുകുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഔദ്യോഗിക കണക്കിൽ തന്നെ 650-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ തന്നെ 100 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ 550-ന്റെ അടുത്തായിരുന്നു കണക്ക്. എസ് കെ അതിനിടയ്ക്ക് നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് വരുന്നത് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ 2000-ഓളം വരുമെന്ന് പല ഏജൻസികളും സോഷ്യൽ മീഡിയ വഴി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പലരും ഈ കറുത്ത ബാഗിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിടുകയും ചിലത് കത്തിച്ചു കളയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് എസ് കെ എൻ. അപ്പം അതുകൊണ്ട് വല്ലാത്ത രീതിയിലേക്കാണ്. അതിനിടയ്ക്കാണ് ട്രംപിൻ്റെ വലിയ ഭീഷണി വന്നിരിക്കുന്നത്. ട്രംപ് അവരുടെ പ്രസ് സെക്രട്ടറി കരോൾ ലെവിറ്റ് വഴി പറഞ്ഞിരിക്കുന്നത് വ്യോമാക്രമണത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നു. ഒരുപക്ഷെ അത് പറഞ്ഞുകൊണ്ടായിരിക്കാം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഒമാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ മധ്യസ്ഥരായി രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് മാത്രമല്ല, ആയത്തുള്ള ഖമനായി വലിയ മുന്നറിയിപ്പ് ട്രംപിന് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്നും ഇരിക്കില്ല, ഇവിടെ കയറി ആക്രമിച്ചാൽ US-ന്റെ പശ്ചിമേഷ്യയിലുള്ള സൈനിക താവളങ്ങൾ ഇസ്രായേലിനൊക്കെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും, അതിന് ഞങ്ങൾ സജ്ജമാണ്, എന്നാലും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എസ് കെ. എന്തായാലും ഇറാൻ ഒരു വല്ലാത്തതായിട്ട് മാറുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചത് ഇന്ത്യ വലിയ ആകാംക്ഷയിലാണ്. ഇന്ത്യയുടെ ചബഹാർ പോർട്ട് അത് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുള്ള തുറവിയുള്ളതാണ്. അതിൻ്റെ പേരിൽ ഉപരോധം അമേരിക്ക കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സഹായമായി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ ഇറാനിൽ ആക്രമണം തുടർന്നാൽ ഇസ്രായേലും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യമാണ്. ഇത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും അവിടുത്തെ കിരീടാവകാശിയായിരുന്ന റസ പഹ്ലവി അമേരിക്കയിൽ നിന്നുകൊണ്ട് പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ അദ്ദേഹം തിരിച്ചു വരാൻ 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഭരണം വിട്ടുപോയ ഷായുടെ മകനാണ് റസ പഹ്ലവി. അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷെ അവിടെ കിരീട അവകാശിയെ കൊണ്ടുവന്ന് വാഴിക്കുമെന്നറിയില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും ഉയർന്നു വരുമെന്നറിയില്ല. എന്തായാലും ആയത്തുള്ള ഖമനിയുടെയും അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെസസ്ക്യാന്റെയൊക്കെ കസേരകൾ ഇളകി തുടങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എസ് കെ. ഓക്കെ, താങ്ക് യു ബേബി. ഒരു കാര്യം കൂടി, റഷ്യയുടെ 3 എണ്ണക്കുഴിക്കൽ കേന്ദ്രങ്ങൾ, ഈ എണ്ണക്കിണർ ഉൾപ്പെടെ ഡ്രോൺ ആക്രമണത്തിൽ തകർന്നുപോയി എന്ന വാർത്ത വരുന്നുണ്ട്. അത് ഉക്രൈൻ തന്നെയാണ് ആക്രമിച്ചത്, യുക്രൈൻ സേനയാണ് തകർത്തത് എന്ന കൂടി വാർത്ത വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ റഷ്യക്ക് വീണ്ടും തിരിച്ചടി ലഭിക്കുന്നോ യുക്രൈനിൽ നിന്ന്? എസ് കെ എൻ, റഷ്യയാണ് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈല് വിട്ടു, അവിടെ ഒരുപാട് പേര് മരിച്ചു. അതേ ചൊല്ലി UN-ന്റെ രക്ഷാസമിതി അടിയന്തര യോഗം ചേരുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത്. റഷ്യൻ 3 എണ്ണ കുഴിക്കൽ കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു ഉക്രൈൻ സേന. അവിടുത്തെ കേന്ദ്രങ്ങൾ 3 തകർന്നതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നും കാണുന്നില്ല. അമേരിക്ക ശ്രമിക്കുന്നുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ എസ് കെ സുഡാനിലും ബംഗ്ലാദേശിലും ഒക്കെ പ്രശ്നങ്ങളാണ്. ഇന്ത്യ ഇതായിട്ടുള്ള ടെൻഷൻ ബംഗ്ലാദേശിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. സുഡാനിൽ 1000 ദിവസം തികഞ്ഞു അവിടുത്തെ പ്രക്ഷോഭം. 3 കോടി ജനങ്ങൾ ഭക്ഷണമില്ലാത്ത അവസ്ഥയിലാണ്. 1.5 കോടി ജനങ്ങൾ പലായനത്തിലാണ്. ഏതാണ്ട് 1.25 ലക്ഷം ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ആൾക്കാർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണമില്ല, പട്ടിണി മരണം. ഈ രീതിയിൽ സുഡാൻ വല്ലാത്ത ലോകത്തിൻ്റെ കണ്ണീരായി മാറിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഉള്ളത്. അതിനിടയിൽ വെനിൻസുലയിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് അവിടുത്തെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന്. അതോടുകൂടി ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഡെൽസി റോഡ്രിക്സ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവിടുത്തെ എണ്ണപ്പാടങ്ങളൊക്കെ കുഴിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള രീതിയിലാണ്. ഒപ്പം ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്നു. ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ച് കംപ്ലീറ്റ് കൺഫ്യൂഷൻ, ആശയക്കുഴപ്പം എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ടവര് ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇത് വേണ്ടായിരുന്നു എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.